എന്താ പറയുന്നത്? അത് നമുക്കറിയാലോ, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള പണാധിപത്യമായിട്ട് അത് കർശനമായിട്ട് അതിനൊരു നിയമം നൽകി. കണ്ണൂരെ ഭൂരിപക്ഷത്തിൽ 11. അതെ, അത്രയും പറയോ? ഞാൻ പറയും. അതെ, 3 പ്രാവശ്യം കുറിച്ച് 4ാമത്തതിന് കൂടുതൽ ഭൂരിപക്ഷത്തില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടില്ലേ, പാർലമെന്റ് ഇലക്ഷന്റെ റിസൾട്ടില്ലേ, ജനവികാരം കഴിഞ്ഞ സർവേയില് കഴിഞ്ഞ 2020 പല മേജർ ചാനലുകളും ഞാൻ നോക്കുന്നതാണ്. എനിക്ക് ജനങ്ങളെ സർവേ നന്നായിട്ടറിയാം, മനസ്സറിയാം. ഞാൻ ഏത് ഇലക്ഷനിലും ഇവിടുത്തെ എന്റെ ഭൂരിപക്ഷത്തെ കുറിച്ച് ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു അടിയൊഴുക്കുകൾ യുഡിഎഫിന് അനുകൂലമാണ് കഴിയുന്നത്. എല്ലാം ഒഴുക്കുകളും അടിയെല്ലാം മുകളിൽ ഒഴുക്കും അടിയിൽ ഒഴുക്കല്ല എല്ലാം. ഏറ്റവും അവസാനമായി വയനാട് നികേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരെ ഇന്നലെ അതെ, നികേഷിനെതിരെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. നികേഷിനെ പോലെ സാധാരണഗതിയിൽ വിവരമുണ്ടെന്ന് ഇരിക്കുന്ന ആൾ അങ്ങനെ പറയാൻ പാടില്ല. എന്താ അദ്ദേഹം പറഞ്ഞു? വേറൊരു അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ആ അക്കൗണ്ട് ഏതാണ്? ഇതിന്റെ നമ്പർ വേണ്ട. അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ വേണ്ട. ഏത് ബ്രാഞ്ചിലാണ്, ഇത്രയും നമ്പർ അക്കൗണ്ടാണ്, അതിലേക്ക് എത്ര പൈസ, കാർഡ് അടച്ചു പിടിവെക്കാവും, കണ്ണട ചിറ്റാക്കാവും. പിന്നെ പറഞ്ഞ ഒരു വിദേശ വ്യവസായിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് ഏത് വ്യവസായി, ഏത് അക്കൗണ്ടിലേക്ക്, എത്ര രൂപ. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ശബരിമല കൊള്ള, അയ്യപ്പ സംഗമത്തിന്റെ പേരിലുള്ള വൻ തട്ടിപ്പ് വെട്ടിപ്പ്, അതിനെ മറച്ചു പിടിക്കാൻ ഈ വിഫല ശ്രമങ്ങളൊന്നും വിലപ്പോവില്ല. ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. വയനാട് ഫണ്ടിൽ എത്ര പൈസ കിട്ടിയോ അതിനേക്കാൾ കൂടുതൽ പൈസ KPCCയുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് ചെലവ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാനിവിടെ കണക്കിൽ ചെയ്ത് എന്റെ വീട്ടിലേക്കാണ് മാധ്യമങ്ങളോട്. അതിനെ ഖണ്ഡിക്കാൻ ആർക്കും സാധ്യമല്ല. ഇപ്പോൾ അത് പിൻവലിക്കാം. ശബരിമല വിഷയവും അയ്യപ്പ സംഗമവും മറ്റ് അഴിമതി കേസുകളും മറച്ചു പിടിക്കാൻ വേണ്ടി ഈ ഓളപ്പടക്കം ഇത് പൊട്ടാത്ത ചീറ്റിപ്പോവും. ടോണ് മാറുന്നത് ശരിയല്ല. കാരണം എന്നാ, ഐ എം മോർ സിൻസിയർ ഇൻ ഇറ്റ്. സത്യമേ ഞാൻ പറയാറുണ്ട് രാഷ്ട്രീയത്തിൽ, സത്യം പറയാറുണ്ട്. അങ്ങനെ ആ പൈസ കണക്ക് പറഞ്ഞു കൊടുത്ത് നികേഷിനെ പോലത്തെ ഒരാൾ ഞങ്ങൾ നടപടി തന്നെ സ്വീകരിക്കും. നികേഷ് ഉത്തരം പറയും, ഉത്തരം പറയിച്ചിരിക്കും. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചോ? ആ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഏത് അക്കൗണ്ടിലാണ്, എത്ര പൈസയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതിനെയും പറഞ്ഞ കാർഡ് ജോലി കിട്ടും. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, കാരണം അതല്ല ഇവിടുത്തെ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചില്ല, അല്ലെങ്കിൽ വായിക്കും.